ഹലോ മച്ചന്മാരെ, ഇത് ഞാൻ ആനയടി പൂരത്തിന് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ആനയടി പൂരം കഴിഞ്ഞിട്ട് ഇപ്പം 3 ദിവസമൊക്കെ ആവുന്നു. കാരണം 20-ാം തീയതി ആയിരുന്നു ആനയുടെ ഉത്സവം. ഞാൻ ഇടാമെന്ന് വെച്ചിരുന്ന കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ എനിക്ക് നല്ല വയറുവേദനയൊക്കെ ആയിരുന്നു, ആശുപത്രിയിലെല്ലാം പോകുമായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും അധികം എടുക്കാഞ്ഞതും, പിന്നെ ഈ എടുത്ത വീഡിയോ തന്നെ എഡിറ്റ് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ ഇടാൻ പറ്റാഞ്ഞതും അതുകൊണ്ടാണ്. നല്ല ഉത്സവമായിരുന്നു, പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ കാരണം ആനയൊന്നും ഈ വട്ടം അധികം ഇല്ലായിരുന്നു. ആ ഒരു വിഷമേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, അടിപൊളി ഉത്സവമായിരുന്നു. പോയിട്ടുള്ളവരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. ഇത് ഞാൻ ഈ സൗണ്ട് ഓഫ് ആക്കി വെച്ചേക്കെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, കോപ്പിറൈറ്റ് കിട്ടും. കാരണം അവിടെ ഈ ഭക്തിഗാനങ്ങളും അല്ലാത്ത പാട്ടെല്ലാം അവിടെ ഇങ്ങനെ ഇട്ടേക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇടുമ്പോൾ കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ്. എനിക്ക് നേരത്തെ അങ്ങനെ ഇട്ട് കുറേ അനുഭവമുണ്ട്. അമ്പലത്തിൽ ഉത്സവത്തിൻ്റെയൊക്കെ പോയി എടുത്തിട്ടുള്ള വീഡിയോ നേരത്തെ ഞാൻ പഴയ മിഥുനയുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. ആ ഒരു ചാനലിൽ ഞാൻ ഇട്ട സമയത്ത് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ സൗണ്ട് ഓഫ് ആക്കി വെച്ചേക്കുന്നത്, പിന്നെ ഇങ്ങനെ ഡബ് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഞാനും അമ്മയും കൂടെയാണ് പോയത്. ഞാനും അമ്മയും മാത്രമാണ് പോയത്. ഞങ്ങളുടെ സ്കൂട്ടറിൽ ഇങ്ങനെ പോയി ഒരു വീട്ടിൽ ഇങ്ങനെ സ്കൂട്ടർ വെച്ചിട്ട് കുറേ നടന്ന് ഒത്തിരി, കാരണം നല്ല തിരക്കുണ്ട്. കാരണം എത്ര അടുത്തുനിന്നുള്ളവരെ ഈ ആനയുടെ പൂരം കാണാൻ വരുന്നറിയോ. അപ്പോൾ അത്രയും തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ അമ്പലത്തിലോട്ട് പോകുന്ന സമയത്ത് ഒരു അടി പൊട്ടേണ്ടതായിരുന്നു. കാരണം ഞങ്ങൾ ഒരു ആനയുടെ കൂടെ പോകുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിൽ പോയവർ ബാൻഡ് സെറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബാൻഡ് സെറ്റുകാരൊക്കെ ഈ അമ്പലത്തിലോട്ട് കയറാൻ സമയമായപ്പോൾ ഈ പരമപവിത്ര എന്നുള്ള പാട്ട് പാടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ മറ്റുള്ള പാർട്ടിക്കാർക്ക് അത് കണ്ട് ചെറിയൊരു ദേഷ്യം വന്നു. അങ്ങനെ ഇപ്പോൾ അവർ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വഴക്കിന് വന്നപ്പോൾ പോലീസുകാർ എപ്പോഴേ പിടിച്ചു മാറ്റി. അപ്പോൾ അങ്ങ് തെള്ളു കൂടി. അടിയാണെന്ന് വിചാരിച്ച് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായ സമയത്ത് തെള്ളു കൂടി. ഞാനും അമ്മയൊക്കെ ചതഞ്ഞ് ആൾക്ക് തിരക്കത്തിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നിന്ന് എല്ലാവരും കൂടെ പുറകിൽ നിന്ന് ഇടിക്കുന്നു, മുന്നിൽ നിന്ന് ഇടിക്കുന്നു. അടിയെന്ന് വിചാരിച്ചാൽ, പക്ഷെ അപ്പോഴേ പോലീസുകാർ വന്ന് അത് നിർത്തി. പിന്നെ ഈ പരിപാടിയൊക്കെ കാണാൻ നല്ല രസമാണ്. ഒത്തിരി ഫ്ലോട്ടില്ലായിരുന്നു, 2 ഫ്ലോട്ടും പിന്നെ ഈ ഒരു ലൈവ് നാടകവും ഉണ്ടായിരുന്നു. ചെറിയൊരു ഇത് ശിവൻ്റെ ഇതൊക്കെ വരുന്നത് നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. ആ മുന്നിൽ നിൽക്കുന്ന ആ പയ്യനാണെങ്കിൽ കുറേ നേരം കൊണ്ട് അവന് ഉച്ച തൊട്ടേണ്ടൊക്കെ ഒരു ചെയ്യൂലേ, അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ആ മോന് നല്ലപോലെ ഉണ്ട്. അപ്പോൾ അവന് മുഖത്ത് എക്സ്പ്രഷനൊന്നും വരുന്നില്ല. പോരാത്തതിന് നല്ല കൊതുകും കടിക്കുന്നുണ്ട്. പക്ഷെ മറ്റേ പുള്ളി അസുരനായിട്ട് വന്ന പുള്ളി നല്ലപോലെ അഭിനയിക്കുന്നുണ്ട്. പുള്ളി നല്ല എക്സ്പീരിയൻസ് ആയതായിരിക്കും, നാടകത്തിലൊക്കെ പോയി. ഇപ്പോൾ എന്തായാലും ഇത് കൊള്ളായിരുന്നു. ഞാനും അമ്മയും കുറച്ച് നേരമൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ തെള്ളിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് നേരെ വന്നത് ഇവിടെ ആകുമ്പോൾ വലിയ തെള്ളില്ല. പിന്നെ ആ തെള്ളിൻ്റെ അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു. കുറച്ച് നേരം ഒത്തിരി നേരം ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങ് ഇരുന്ന് ഈ പരിപാടിയെല്ലാം ഇങ്ങനെ കണ്ട് അവിടെ അമ്പലത്തിലെല്ലാം എഴുന്നള്ളത്തെല്ലാം നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇവരെയൊക്കെ സമ്മതിക്കണം ഇല്ലയോ, ഇവരെ ഉച്ച തൊട്ടൊക്കെ തുടങ്ങുന്നില്ലയോ, രാത്രി 10-11 മണി വരെ ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ ചെയ്യണം. ഇടയ്ക്ക് ഇടവേളയുണ്ട്, അവർ ചെയ്തിട്ട് കുറച്ച് നേരം നിൽക്കും. 10 മിനിറ്റ് അങ്ങ് നിൽക്കും, എന്നിട്ട് പിന്നെയും തുടങ്ങും. എന്നാലും ഇങ്ങനെ അവർ ചെയ്യണമല്ലോ. പക്ഷെ ഡബ്ബിങ് അവർ പുറകെ നിന്ന് ഇങ്ങനെ ഈ സൗണ്ട് ഇട്ടിട്ട് ഇങ്ങനെ വായനയ്ക്കും. എന്നാലും നല്ല കൊതുകുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് നല്ല കൊതുകൊക്കെ കടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചോദിച്ചായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ വോയിസ് ഇടുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ അത് കോപ്പിറൈറ്റ് കണ്ടാണ് ഞാൻ സൗണ്ട് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ഡബ് ചെയ്യുന്നത്. ഇത് അറിയാത്തവർക്ക് ഞാൻ പറയാം, ആ ഭക്തനാണ്, അത് ശിവൻ്റെ ഭക്തനായിട്ടാണ് ആ പയ്യനുള്ളത്. ആ പയ്യൻ്റെ അവിടെ ശിവലിംഗം വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുന്നിൽ നിന്നാണ് ആ ഭക്തൻ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഒരു അസുരൻ വന്നിട്ട് ഇങ്ങനെ അവനെ വിളിച്ചിട്ട് നിന്നെ ആരും രക്ഷിക്കാൻ പറ്റത്തില്ല, രക്ഷിക്കാൻ വരുന്ന കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭക്തനെ ഇങ്ങനെ ഉപദ്രവിക്കുക. അതായത് എന്തോ കയറിങ്ങിട്ടിട്ട് ഇങ്ങനെ കെട്ടി വലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറകിൽ നിന്ന് ഇങ്ങനെ ശിവൻ വരുന്നത്. അപ്പോഴാണ് ഈ നമ്മുടെ അസുരനെ കൊല്ലും ശിവൻ ഇങ്ങനെ. അതാണ് തീം ഇവരെ. പുള്ളി ഇപ്പം ഇങ്ങനെ കഴുത്തിൽ കൂടെയൊക്കെ കയറിങ്ങനെ ഇട്ട് ആ ശിവലിംഗത്തിനോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുറകെ കൂടെ ഇങ്ങനെ ശിവൻ്റെ ഇത് വരും. എന്നിട്ട് 2 കൈയും എന്നിട്ട് ഇങ്ങനെ പുറകെ കൂടെ ഇങ്ങനെ തീയൊക്കെ ഇങ്ങനെ വരുന്ന ഒരു ഇതാണ്. രസമുണ്ടായിരുന്നു കാണാൻ, നല്ല രസമായിരുന്നു അത് കാണാൻ. ഞാനും അമ്മ ഇത് ഒത്തിരി നേരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, കുറേ പേര് അവിടെ ഉണ്ട്. എന്നാൽ ഇവിടെ വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ. എല്ലാം ആനയെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നതുകൊണ്ട് ഇവിടെ അത്ര തിരക്കില്ല. ഞങ്ങൾ ഇവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചേരം ഇനി തിരക്കൊഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചത്. കാരണം ആ തെള്ളിൻ്റെ ഇടയിൽ നല്ലപോലെ കാല് ചവിട്ടെല്ലാം കിട്ടിയായിരുന്നു. അപ്പോൾ ഒന്ന് ക്ഷീണിച്ചു. അപ്പോൾ അങ്ങോട്ട് ഇതൊന്ന് കുറച്ചേരം ഇത് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശിവൻ എങ്ങനെ വരും, പുറകെ കൂടെ കണ്ടില്ലേ, പുറകെ കൂടെ ഇങ്ങനെ പുകയായിട്ടൊക്കെ വരുന്നുണ്ട്. ഈ അസുരൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. കാരണം പുള്ളി ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇത് എവിടുന്ന് ഈ പുക വരുന്നത്. പുള്ളി അറിയുന്നില്ല പുറവശത്തു നിന്നാണെന്ന്, സൗണ്ടും കേൾക്കുന്നുണ്ട്, നിന്നെ ഇന്ന് വധിക്കും എന്നൊക്കെ ഉള്ളത്. ആ പുറകൂടെ തീയൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പുള്ളി കണ്ടില്ല. പുള്ളി ഫ്രണ്ടിലോട്ട് നോക്കി അവരെന്നൊക്കെ പറയുന്നത്, ബാക്കിലാണെന്ന് ഇതൊന്നും പുള്ളി കണ്ടില്ല. പക്ഷെ പുള്ളി ഇപ്പോൾ തീർക്കും, ഇതെങ്ങനെയോ തീർത്തു. പുള്ളിക്ക് അറ്റാക്ക് ഉണ്ട് വന്നതെന്ന് തോന്നുന്നു. പുള്ളി അവിടെ അപ്പം ഇങ്ങനെ നെഞ്ചുവേദന വന്നിങ്ങനെ മരിച്ചായിട്ടാണ് അവിടെ അങ്ങനെ അസുരൻ അങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ ഇങ്ങനെ ഭക്തൻ ഇങ്ങനെ മേലോട്ട് നോക്കി ശിവലിംഗത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ശിവലിംഗത്തിൻ്റെ അവിടെ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ കൈ വന്നിട്ട് ഒരു കൈ ഇങ്ങനെ അനുഗ്രഹിക്കുന്നതായിട്ടും ഒരു കയ്യിൽ ഇങ്ങനെ ശൂലം പിടിച്ചിങ്ങനെ നിൽക്കുന്നതായിട്ടാണ്. അത് കൊള്ളായിരുന്നു. എന്തായാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് നേരം ഉള്ളെങ്കിലും 4-5 മിനിറ്റ് ഉള്ളെങ്കിലും രസമുണ്ടായിരുന്നു. ഈ സത്യം ഞാൻ ഇത് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല, നിങ്ങൾ നേരിട്ട് കാണാൻ നോക്കാം, എന്നാലേ അതിൻ്റെ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ. നല്ല സൗണ്ടിലൊക്കെ കാണാൻ. അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല അല്ലേ, കാരണം നിങ്ങൾക്ക് ഇതെല്ലാം ഉത്സവം
ഉത്സവത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ഇല്ലയോ നമ്മൾ. പിന്നെ ഇതിപ്പോൾ സൗണ്ട് ഇടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. കാരണം സൗണ്ട് ഇടാതെ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ തോന്നുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞിടുവാണെങ്കിൽ അത് മനസ്സിലാവില്ല, അത് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഈ പരിപാടി കൊള്ളായിരുന്നു. അത് ഞങ്ങൾ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്ത് 2-3 ഫ്ലോട്ടുണ്ട്, അതുകൂടെ കാണിക്കുക. ഇതിങ്ങനെ കഴിഞ്ഞിട്ട് അതിലോട്ട് പോയതിനെ കൊണ്ടാണ് ഞങ്ങൾ നോക്കി നിൽക്കുന്നത്. ഈ മാസം എനിക്ക് നല്ല പണിയായിരുന്നു. ജനുവരി ആകുമ്പോൾ എല്ലാം സെറ്റാവുമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ല. വീഡിയോ ഒക്കെ നല്ലതായിട്ട് എടുക്കണമെന്നൊക്കെ വിചാരിച്ച്, പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. കാരണം അസുഖങ്ങളും കുറേ വീട്ടിലെ കുറച്ച് വിഷയങ്ങളും മൊത്തത്തിൽ അങ്ങോട്ട് ഡൗൺ ആയിരിക്കുകയാണ്. അതാണ് എനിക്കിപ്പോൾ വീഡിയോ അങ്ങ് അധികം ഇടാൻ പറ്റാത്തത്. പക്ഷേ എനിക്ക് ഇടണം, എങ്ങനെയും എനിക്ക് സെറ്റാവണം. കാരണം 1,00,000 സബ്സ്ക്രൈബ്സ് ആവണമെന്ന് എൻ്റെ ഭയങ്കര വാശിയാണ്. ഞാൻ ഈ ഒക്ടോബറിലാണ് സത്യം പറഞ്ഞാൽ നല്ല പോലെ ഡെയിലി 4-5 വീഡിയോ ഇടുമായിരുന്നു. അതിനനുസരിച്ച് എനിക്ക് സബ്സ്ക്രൈബും കിട്ടുമായിരുന്നു, നല്ല വ്യൂസും കിട്ടുമായിരുന്നു, നല്ല റീച്ച് ഉണ്ടായിരുന്നു. ആ ഒക്ടോബർ ഒരു 17 വരെ ആയിരുന്നു എൻ്റെ അത് കഴിഞ്ഞ ശേഷം മൊത്തം ഡൗണായി. പിന്നീട് ഞാൻ വീഡിയോ ഒന്നും അധികം ഇടാതെ പറ്റാതെ വന്ന് അങ്ങനെ ഇപ്പോൾ റീച്ചൊക്കെ കുറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്ന് മൂഡ് ഓഫ് ആയിരിക്കുന്നത്. എന്നാലും ഞാൻ ഇനി വീഡിയോ ഇടും കേട്ടോ. അപ്പോൾ അമ്പലത്തിനകത്തു നിന്നൊക്കെ ആനയൊക്കെ വരുന്നുണ്ട്, നിങ്ങൾ കണ്ടില്ലയോ. അപ്പം നല്ല വൈബാണ് കേട്ടോ. ഈ പൂരത്തിനൊക്കെ പോകുന്ന പറഞ്ഞാൽ അന്യ വൈബ് തന്നെയാണ്, ഇല്ലയോ. പിന്നെ ഈ ഉത്സവത്തിനൊക്കെ കൂട്ടുകാരുടെ കൂടെയൊക്കെ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആരും പോയി വള്ളി പിടിക്കാതിരിക്കുക, മനസ്സിലായില്ല. ആരും പോയി ഇടിയൊന്നും ഉണ്ടാക്കാതെ മാന്യമായിട്ട് പോയി കണ്ടിട്ട് തിരിച്ചു വരിക. കൂടുതലും ഫാമിലിയുടെ പോകുന്നതായിരിക്കും നല്ലത്. എന്നാലും കൂട്ടുകാരുടെ കൂടെ പോകുന്നത് അത് വേറൊരു വൈബാണെന്നല്ല. വൈബ് അനുസരിച്ച് ആരും പോയി നെഞ്ചത്ത് കയറാതെ നോക്കുക. കാരണം നമുക്കൊക്കെ എന്തെങ്കിലും വിഷയം വന്നാൽ ആരും കാണത്തില്ല, അത് നമ്മൾ മനസ്സിലങ്ങ് വിചാരിച്ചിരിക്കണം. ആ കൂടെ വന്നവർ പോലും ചിലപ്പോൾ കാണത്തില്ല. അപ്പം നിങ്ങളെ പോകുന്നുണ്ടെങ്കിൽ മാക്സിമം വള്ളിയൊന്നും പിടിക്കാതെ കണ്ടിട്ടൊക്കെ പോകുന്നതാണ് നല്ലത്. പിന്നെ ഇപ്പുറത്തും വന്നത് ഈ ശിവൻ്റെയാണ് എല്ലാ ഫ്ലോട്ടും വെച്ചേക്കുന്നത് കേട്ടോ. കാണാൻ അതുകൊണ്ട് നല്ല രസമാണ്. അപ്പുറത്തോണ്ട് ജിമ്മ് ശിവനാണ്, നല്ല താടിയൊക്കെ വെച്ചിട്ട് താടി മുടിയൊക്കെ നല്ലപോലെ ഉണ്ട്. അപ്പോൾ ഇതും ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കണ്ടു. ഇപ്പോൾ ഇവിടെ തിരക്ക് കൂടി കേട്ടോ നല്ലപോലെ. എന്നാലും കുറച്ച് നേരം ഇരുന്ന് ഞങ്ങളെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു. അതും കാണാം, എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുവാണ്. അപ്പോൾ ആരൊക്കെ ഇവിടെ താനേടി പൂരത്തിന് പോയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ പഴയ ചാനലിനെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, മിഥുൻ ADR എന്നുള്ള യൂട്യൂബ് ചാനൽ. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. കാരണം ആ ചാനൽ തന്നെ അത് റീയൂസ്ഡ് കണ്ടൻറ്റൊക്കെ വന്ന് എല്ലാം കട്ടായി കിടക്കുമായിരുന്നു. അതിന് ഞാൻ ഒന്നും കൂടെ പഴയതുപോലെ ആക്റ്റീവായിട്ട് എടുക്കാൻ പോകണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അതുപോലെ ഞാൻ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിഥുൻ ബ്രോ വ്ളോഗ്സ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് കാണുക. ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങളത് കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ കയറി സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. കാരണം അത് ഇതുവരെ 50 സബ്സ്ക്രൈബ് ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് പവറാക്ക്, ഒന്ന് സെറ്റാക്ക്, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളാരെങ്കിലും ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങാനോ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. എനിക്കറിയാവുന്ന പോലെയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഇതുവരെയും തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒന്ന് തുടങ്ങാവുന്നതാണ്. കാരണം ഇപ്പോൾ ജനുവരി ആയില്ലേ, ഇപ്പോൾ ഡിസംബറൊക്കെ ആവുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് കിട്ടും. അത് എന്തൊക്കെ വേണമെന്നൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഒത്തിരി യൂട്യൂബർമാരോടെല്ലാം ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളിവിടെ കൊള്ളുന്നവരോട്. എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല എങ്ങനെ തുടങ്ങേണ്ടത്, എങ്ങനെ വീഡിയോ ഇടേണ്ടതെന്നൊന്നും. പിന്നെ ഞാൻ തന്നെ യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടതും തുടങ്ങേണ്ട രീതികളും എല്ലാം ബാങ്ക് അക്കൗണ്ട് കൊടുക്കേണ്ടതെല്ലാം നോക്കിയിട്ട് ഞാൻ ബുക്കിലൊക്കെ എഴുതി വെക്കും. ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ട് അതുപോലെ തന്നെ നോക്കി അങ്ങ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ തുടങ്ങിയത്. ഈ 2 ചാനലും അങ്ങനെയാണ് തുടങ്ങിയത്. 2 അല്ല 3. ഇപ്പോൾ മിഥുൻ ബ്രോ വ്ളോഗ്സോടെ കൂട്ടി 3. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എനിക്ക് അറിയാവുന്നത് പോലെ. എനിക്ക് യൂട്യൂബിനെ പറ്റി മൊത്തം അറിയത്തില്ല. മൊത്തം അറിഞ്ഞായിരുന്നെങ്കിൽ എൻ്റെ മറ്റേ ചാനൽ അങ്ങനെ പോകത്തില്ലായിരുന്നു, മിഥുൻ ADR എന്നുള്ളത്. കാരണം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അറിയാത്തതുണ്ടെങ്കിൽ ഞാൻ പറയാം എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അത് പോട്ടെ, ഞാൻ ഇപ്പോൾ പറഞ്ഞ് യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉത്സവത്തിൻ്റെ കാര്യം പറയാം. ഉത്സവത്തിന് ഒന്നുമില്ല, ഞങ്ങൾ പിന്നെ അവസാനം അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആനകളെല്ലാം കാണാൻ വേണ്ടി വന്ന് ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും 8-8:30 ആയി. അപ്പോഴത്തേക്കും ആനയെ കുറച്ചൊക്കെ വന്നിട്ട് എല്ലാം പോവായിരുന്നു. എന്തായാലും കാണാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് വീഡിയോ തന്നെ കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ. അങ്ങോട്ട് പോകാൻ പറ്റില്ല, അത്രയ്ക്ക് തള്ളായിരുന്നു. അപ്പോൾ ആനയുടെ പൂരം അങ്ങനെ എന്തായാലും കണ്ടു.